ഓണം എക്സാം 2026 കലാവിദ്യാഭ്യാസം, കായിക, വിദ്യാഭ്യാസം, ആരോഗ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടുകാർ കാണാൻ മറക്കരുത്. ഓക്കെ, ഇത് 3 വിഭാഗമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആരോഗ്യ, കായിക, വിദ്യാഭ്യാസം. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ശ്രദ്ധാപൂർവം വായിച്ച് ഉത്തരം എഴുതുക. ഓരോന്നിനോ 2 മാർക്ക് ചെയ്താട്ടോ. താഴെ കാണുന്ന ചിത്രത്തിൽ നിന്ന് ശരിയായ നടത്തം ഏതെന്ന് കണ്ടുപിടിക്കുക. കണ്ടാൽ തന്നെ അറിയാലോ, ഫസ്റ്റ് പിക്ചറാണ് ശരിയായ നടത്തം. ഓക്കെ, ഇനി അടുത്തത് താഴെ കാണുന്ന പട്ടിക പരിശോധിച്ച് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ത്രികോണാസനം, പവനമുക്താസനം, വജ്രാസനം. നട്ടെല്ലിനെ നിവർത്തി ബലമുള്ളതാക്കുന്നു, തോളുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു, ഉദരവായു പുറന്തള്ളുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിന്റെ ഉത്തരം എന്താണ്? ഒന്നാമത്തതാണ് അതിന്റെ ആൻസർ. ഒന്നാമത്താണ് ആൻസർ. നോക്കൂ, രണ്ടാം എ 2 എന്ന് പറയുന്ന ത്രികോണാസനം. ത്രികോണാസനം തോളുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. പവനമുക്താസനം ഉദരവായു പുറന്തള്ളുന്നു. വജ്രാസനം നട്ടെല്ലിനെ നിവർത്തി ബലമുള്ളതാക്കുന്നു. ഓരോ ആസനങ്ങളുടെ പ്രയോജനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് പൂരിപ്പിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വളർച്ച എന്നാൽ ശരീരത്തിന്റെ ഉയരം, ഭാരം, ആകൃതി എന്നിവയിൽ ക്രമാനുഗതവും ഗുണപരവുമായ മാറ്റം ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവുമായി ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ് വികാസം. ഓക്കെ, ഇനി അടുത്ത കായികക്ഷമത എന്നാൽ എന്ത്? ദൈനംദിന പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യാനുള്ള വ്യക്തിയുടെ കഴിവിനെയാണ് കായികക്ഷമത എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, പരിസര ശുചിത്വം പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പരിസരം ശുചിത്വം പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ പടരുന്നു, പരിസ്ഥിതി മലിനീകരണം, ജൈവ വൈവിധ്യങ്ങളുടെ നശീകരണം, വന്യജീവികളുടെ നാശം, തെരുവു നായ്ക്കളുടെ വർധന. ഇനി അടുത്തത്, പുനഃപ്രാപ്തിയെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്തെല്ലാം? കായികക്ഷമത, ശരീരപ്രായം, പ്രായം, ഉറക്കം, വിശ്രമത്തിന്റെ ദൈർഘ്യം, കായിക പ്രവർത്തനത്തിന്റെ തീവ്രത എന്നിവയാണ് പുനഃപ്രാപ്തിയെ സ്വാധീനിക്കുന്ന വിവിധ ഘട്ടങ്ങൾ. ഇനി അടുത്തത്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ PMR എന്നാൽ എന്താ? ശരീരത്തിലെ പേശികളെ ഓരോന്നായി സങ്കോചിപ്പിക്കുകയും തുടർന്ന് വിശ്രമം നൽകുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉസൈൻ ബോൾട്ടിന്റെ കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ലഭിച്ചത്? വെല്ലുവിളികളെ നേരിടുക, കഴിവുകളെ തിരിച്ചറിയുക, ആത്മവിശ്വാസം കൈവരിക്കുക, കഴിവുകൾ മെച്ചപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യുക. 7ാമത്തെ ചോദ്യം നോക്കാം. പ്രകടന സംബന്ധിയായ കായികക്ഷമതാ ഘടകങ്ങൾ ഏതെല്ലാം? ചുറുചുറുക്ക്, സന്തുലനം, ഏകോപനം, വേഗത, കരുത്ത്, പ്രതികരണ സമയം. ഇനി അടുത്തത്, പവനമുക്താസനത്തിന്റെ ഗുണങ്ങൾ വിശദീകരിക്കുക. നട്ടെല്ലിന് വഴക്കവും ഉദരപേശികൾക്ക് ബലവും ലഭിക്കുന്നു, ഉദരവായു പുറന്തള്ളുന്നു. ഇനി അടുത്തത്, ചലനാത്മക ശാരീരിക സംസ്ഥിതി എന്നാൽ എന്താ? അതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം? എന്താണ്? നട്ടെല്ലിന് വഴക്കവും ഉദരപേശികൾക്ക് ബലവും നടത്തം, ചാട്ടം, എറിയൽ തുടങ്ങിയ ചലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ശരീര അവയവങ്ങൾ ശരിയായി ചലിപ്പിക്കുന്ന രീതിയെ ചലനാത്മക ശരീര സംസ്ഥിതി എന്ന് പറയുന്നു. ഓട്ടം, ചാട്ടം, എറിയൽ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഇനി അടുത്തത് കലാവിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ചാർലി ചാപ്ലിൻ അഭിനയിച്ച സിനിമയുടെ പേരെന്ത്? മോഡേൺ ടൈം, സംതിങ് ലൈക്ക് ആൻ ഓട്ടോബയോഗ്രഫി, മൈ ഓട്ടോബയോഗ്രഫി, ലോങ് വാക്ക് ടു ഫ്രീഡം. ഏതാണ്? മോഡേൺ ടൈംസ് ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്? വയനാട്, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്. വയനാടാണ്. താഴെ പറയുന്ന തുകൽ വാദ്യങ്ങൾ ഏതെല്ലാം? ഏതാണ്? മൃദംഗവും ചെണ്ടയുമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൃദംഗവും ചെണ്ടയുമാണ്. മൃദംഗവും ചെണ്ടയുമാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 1 മുതൽ 4 ഉത്തരം എഴുതുക. സംഭാഷണമില്ലാതെ അവതരിപ്പിക്കുന്ന നാടകത്തിന് ഉദാഹരണം?
കാക്കാരിശി നാടകം, മൂകാഭിനയം, നൃത്തനാടകം, തെരുവ് നാടകം. അപ്പൊ സംഭാഷണമില്ലാതെ ഉള്ളത് മൂകാഭിനയമാണ്. ഓപ്ഷൻ ബി ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന കലാരൂപത്തിന്റെ ആയോധന കലയുടെയും പേര് എഴുതുക. ഇതെന്താണ്? കോൽക്കളി, ഇതോ മാർഗം കളി. ഓക്കെ, കോൽക്കളി, കളരിപ്പയറ്റ്. ഇത് കളരിപ്പയറ്റാട്ടെ, കണ്ടാലറിയാം കളരിപ്പയറ്റ്, ഇത് കോൽക്കളി. ഓക്കെ, ഇനി അടുത്തത് നാടൻ പാട്ട്. കുട്ടികളുടെ നാടകവേദിയെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. കുട്ടികൾക്ക് ആസ്വാദികരമായ ആശയങ്ങളിൽ നിന്ന് നാടകങ്ങൾ ഉണ്ടാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് കുട്ടികളുടെ നാടകം. വിവിധ തരത്തിലുള്ള നൈപുണികൾ വളർത്തി അവരുടെ സമഗ്രമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കുട്ടികളുടെ നാടകവേദി. ഇനി അടുത്ത ചോദ്യം, നാടൻ പാട്ട്, ദേശഭക്തി ഗാനം, സിനിമാ ഗാനം, താരാട്ടുപാട്ട്. നാടൻ പാട്ട് ഏതാണ്? അപ്പരുന്തേ അപ്പരുന്തിപ്പരുന്തേ എന്ന് പറയുന്നതാണ് നാടൻ പാട്ട്. ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാൽ വരിക വരിക സഹചരെ. സിനിമാ ഗാനം അങ്ങ് വാന കോണിൽ. താരാട്ടുപാട്ട് ഓമന തിങ്കൾ കിടാവോ. ഇനി രണ്ട് ഗോത്രകലയുടെ പേരെഴുതുക. രണ്ട് ഗോത്ര കലയുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? അമ്മനാട്ടം, കുറത്തിയാട്ടം. എന്താണ്? അമ്മനാട്ടം, കുറത്തിയാട്ടം. ഇനി അടുത്തത് അമ്മനാട്ടം, കുറത്തിയാട്ടം. അടുത്തത് റിലീഫ് ശില്പങ്ങൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? എടയ്ക്കൽ, വയനാട്, വീരകല്ല്, വയനാട്, ദാരുശില്പം, കവിയൂർ. ഓക്കെ, കേരള നിയമസഭയിലെ വെങ്കലത്തിലുള്ള സർക്കാർ ചിഹ്നം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അനിമേഷൻ ചിത്രങ്ങൾക്ക് മുഖ്യമായും 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ് ഇവ? അനിമേഷൻ ചിത്രങ്ങൾ ഏതാണ്? ത്രിമാന അനിമേഷനും ദ്വിമാന അനിമേഷനുമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആ രാത്രി സ്റ്റേജിലെ എൻ്റെ സാന്നിധ്യം ആദ്യത്തേതും അമ്മയുടേത് അവസാനത്തേതുമായിരുന്നു. ചാർലി ചാപ്ലിന്റെ ആത്മകഥമായ ഓട്ടോബയോഗ്രഫിയിലെ ഈ വരികളുടെ സന്ദർഭം വിവരിക്കുക. ചാർലി ചാപ്ലിന്റെ ചെറുപ്പകാല അനുഭവമാണ് മൈ ഓട്ടോബയോഗ്രഫി എന്ന ആത്മകഥയിലെ ഈ ഭാഗത്ത് പറയുന്നത്. ഗായികയായ അമ്മയ്ക്ക് ശബ്ദമിടറി വേദി വിട്ട് പോകേണ്ടി വരികയും പകരം കുട്ടിയായ ചാപ്ലിന് വേദിയിൽ കയറി പരിപാടി അവതരിപ്പിക്കേണ്ടതായും വന്നു. ചാർലി ചാപ്ലിൻ എന്ന വിഖ്യാത കലാകാരന്റെ ഉദയം തന്നെ അത്യന്തം നാടകീയമായിരുന്നു എന്ന് ആ സന്ദർഭത്തിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് കോൽക്കളി എന്ന് വിവരിക്കാനാണ്. പിന്നെ അടുത്തത്, താഴെ തന്നിട്ടുള്ള സംഗീതോപകരണങ്ങളിൽ തന്ത്രിവാദ്യങ്ങളെയും താളവാദ്യങ്ങളെയും വേർതിരിക്കുക. താളവാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തിമില, മൃദംഗം, ചെണ്ട, ഇടയ്ക്ക, തബല. തന്ത്രിവാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വീണ, വയലിൻ, സാരംഗി, സരോദ്, തമ്പുരു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റ് എന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഒരു രാത്രികാല കാഴ്ചയെ ശൈലിപരമായി മനോഹരമാക്കിയതിന്റെ ഉദാഹരണമാണ് ഈ ചിത്രം. നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു രാത്രികാല ദൃശ്യം ഓർമ്മയിൽ വരയ്ക്കുക. വിവിധ തരം രേഖകളും നിറങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചിത്രം വരയ്ക്കാനുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത്, ഒരു നാടകത്തെ താഴെ പറയുന്ന നാടക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളും സാധന സാമഗ്രികളും ഏതെല്ലാം എന്ന് വിശദീകരിക്കുക. നർത്തകി. അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇനി അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് കൃത്യമായ ഉത്തരം എഴുതുക. ഒരു കിടപ്പുമുറി സജ്ജീകരിക്കുമ്പോൾ ഉൾപ്പെടുത്താത്തതെന്ത്? ഇരിപ്പിടം, കട്ടില്, ജനൽ, ഭക്ഷണമേശ വേണ്ട. ഇനി താഴെ കൊടുത്ത അരികുകൾ മടക്കി തയ്ക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന 2 തയ്യലുകൾ. ഒന്ന് റണ്ണിങ് സ്റ്റിച്ചും ഒന്ന് ഹെമ്മിങ് സ്റ്റിച്ചും ആണ്. ഓപ്ഷൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഹെമ്മിങ് സ്റ്റിച്ചും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടച്ച കവറിൽ അച്ചടിച്ച വിലാസമോ മറ്റു പ്രധാന വിവരങ്ങളോ ദൃശ്യമാകുന്നതിന് സഹായിക്കുന്ന കവറുകളാണ് വിൻഡോ ടൈപ്പ് എൻവലപ്മെന്റ്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വീട്ടുപകരണത്തിന്റെ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നത്? എന്താണ്? ഡൈനിങ് ടേബിൾ ആണ്. ഇനി വിവിധ തരം കൈത്തയ്യലുകൾ നിങ്ങൾ പരിശീലിച്ചല്ലോ. 4 അടിസ്ഥാന തയ്യലുകളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? റണ്ണിങ് സ്റ്റിച്ച്, ഹെമ്മിങ് സ്റ്റിച്ച്, ബ്ലാക്ക് സ്റ്റിച്ച്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇത് ഫർണിച്ചറുകളെ ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്താൻ. ഫ്രിഡ്ജ് ഇതാണ്, ഡൈനിങ് ടേബിൾ ഇതാണ്, കട്ടില് ഇതാണ്, സോഫ ഇതാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ഏതാ നോക്കിയിട്ട് എഴുതുക. ഇനി നമുക്ക് അടുത്തത്, എംബ്രോയിഡറി ചെയ്യുന്നതിന് ആവശ്യമായ 4 സാധന സാമഗ്രികളുടെ പേരെഴുതുക. അല്ലെങ്കിൽ ഒരു എൻവലപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ പേരെഴുതുക.
ഇനി രണ്ടാമത്തെ, ഒരു സ്വീകരണ മുറി ക്രമീകരിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ 4 അലങ്കാര തയ്യലുകളുടെ പേരെഴുതുക. ഇനി ഇല പ്രിന്റിംഗ് ചെയ്യുന്നതിനാവശ്യമായ സാധന സാമഗ്രികളുടെ പേരെഴുതി നിർമ്മാണ രീതി വിവരിക്കുക. ഇത്രയാണ് ചോദ്യങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായത് തുണി, ഫ്രെയിം, നൂല്, സൂചി, സൂചി. അതേപോലെ തന്നെ നമ്മൾ വേറെ എന്തോന്ന് ഉണ്ടാക്കാനുണ്ടല്ലോ, ഒരു എൻവലപ്പ് നിർമ്മിക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണ്? എൻവലപ്പ്, പേപ്പർ, പശ, കത്രിക. പിന്നെ സ്വീകരണ മുറി അലങ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇരിപ്പിടങ്ങൾ ഇരിക്കുമ്പോൾ മുഖാമുഖം വരത്തക്ക വിധം ആയിരിക്കണം. ആയാസരഹിതമായി ഇരിക്കാൻ സാധിക്കണം. ലഭ്യമായ സ്ഥലത്ത് ഫലപ്രദമായി വിനിയോഗിക്കാതിരിക്കണം. പിന്നെ 4 സ്റ്റിച്ചിന്റെ പേര്: ചെയിൻ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, സാറ്റിൻ സ്റ്റിച്ച്, ക്രോസ് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ വളരെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ചു നോക്കുക. ബുക്കിലുള്ള കാര്യങ്ങൾ എന്നോട് വരിക. താങ്ക് യു.